ഈ ടി.വി. സീരീസ് ആരംഭിക്കുന്നത് തന്നെ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഉവാഡു എന്ന് പറയുന്ന ഒരു വാച്ചറാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. പിന്നീട് ഇദ്ദേഹമാണ് നമ്മളോട് ഈ കഥയെല്ലാം പറഞ്ഞു തരുന്നത്. അത്തരത്തിലാണ് ഈ വാട്ട് ഇഫിന്റെ നറേഷൻ നമുക്ക് ഈ ടി.വി. സീരീസിൽ കാണാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ കഥകളെല്ലാം ആരംഭിച്ചത് എന്ന്. നോർമലായിട്ടുമുള്ള മെയിൻ ടൈം ലൈൻ പ്രകാരം സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് മാറും, സൂപ്പർ സോൾജർ സിറം സ്വീകരിച്ച്. എന്നാൽ ഒരാളുടെ ഒരു തീരുമാനം ഒരു പുതിയ റിയാലിറ്റിയെ തന്നെ ഉണ്ടാക്കും. പിന്നീട് ഈ അൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ പല തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കും. ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ കഥയാണ് നമ്മൾ ഈ ആദ്യത്തെ എപ്പിസോഡിലായിട്ട് കാണുന്നത്. വാട്ട് ഇഫ് പെഗി കാർട്ടർ ബിക്കംസ് ക്യാപ്റ്റൻ അമേരിക്ക അഥവാ ക്യാപ്റ്റൻ കാർട്ടർ. 1943 സ്റ്റീവ് റോജേഴ്സിനെ ക്യാപ്റ്റൻ അമേരിക്കയാക്കി മാറ്റുന്ന പ്രോജക്ട് റീബർത്ത് എന്ന് പറയുന്ന ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ഇവിടെ കാണുന്നു. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം എന്തെന്നാൽ ഡോക്ടർ എബ്രഹാം എർസ്കിൻ പെഗി കാർട്ടറിനോട് ചോദിക്കുന്നുണ്ട്, മുകളിൽ ഇരുന്ന്